ഫെൻലോസിസ് ആണ്. ഇത് വെറൈറ്റി ഫെൻലോസിന്റെ ഫുള്ള് സീഡ്ലിങ്സ് ഉണ്ട്. ഡെൻഡ്രോബിയം ഉണ്ട്. ഇത് ഡെൻഡ്രോബിയ. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കെയറിങ് വീഡിയോസ് എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെടി വരുന്നതെന്ന് പറഞ്ഞാൽ അഡീനിയമാണ് മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. 100-ൽ പരം വെറൈറ്റീസ് നമുക്കുണ്ട്. പൂക്കളുടെ ഒരു മഹാമേള കണ്ണൂർ പട്ടണത്തിൽ നടക്കുന്നുണ്ട്. പുഷ്പോത്സവം 2026 എന്നാണ് അതിൻ്റെ പേര്. കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് ഈ അടിപൊളി മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 22-ാം തീയതി പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭനാണ് മേള ഉദ്ഘാടനം ചെയ്തത്. വാക്കുകൾ കൊണ്ട് പുഷ്പസൗന്ദര്യം തീർത്ത കഥാകാരനാണ് ടി പത്മനാഭൻ. അതുകൊണ്ട് ഈ മേള ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ഏറ്റവും യോഗ്യൻ തന്നെ. ഏതായാലും മേള കാണണമെന്ന തീരുമാനത്തോടെ ഞാൻ കണ്ണൂരിലേക്ക് വെച്ചുപിടിച്ചു. പ്രദർശന നഗരിയിലെ പാർക്കിംഗ് ഏരിയയിൽ ധാരാളം വാഹനങ്ങളുണ്ട്. ഉച്ചനേരമായിട്ടും തിരക്കിന് കുറവൊന്നുമില്ല. 70 രൂപയാണ് അകത്തേക്കുള്ള പ്രവേശന ഫീസ്. ടിക്കറ്റ് എടുത്ത് പ്രവേശന കവാടത്തിന്റെ വായ്ക്കുള്ളിലൂടെ ഞാൻ അകത്തേക്ക് നൂണ്ടുകയറി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 80 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കും പ്രവേശനം സൗജന്യമാണ്. പൂക്കൾ കാണുന്നത് ഏറെ ഇഷ്ടമാണെങ്കിലും ചെടികൾ വാങ്ങുന്നതിലും പരിപാലിക്കുന്നതിലും ഞാൻ ഏറെ പുറകിലാണ്. പുഷ്പലോകത്തിലെ ഊർവശി, മേനക, രംഭ, തിലോത്തമമാർ എല്ലാം ഇവിടെ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. 12,000 ചതുരശ്ര അടിയിലാണ് ഈ വർണ്ണപ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഈ മേളയിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. വലിയ മരങ്ങളുടെ കുള്ളൻ രൂപമായ ബോൺസായി എനിക്ക് ഏറെ ഇഷ്ടമാണ്. ആലും പേരാലും അത്തിയുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. 50 വയസ്സ് പ്രായമായ ഒരു ബോധിവൃക്ഷത്തെയും കണ്ടു. ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചത് ഈ മരച്ചോട്ടിൽ നിന്നാണല്ലോ. ചെടികൾക്കും പൂക്കൾക്കും ഞാൻ കണ്ട ഒരു സവിശേഷത, കൂട്ടമായി നിൽക്കുമ്പോൾ അവയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രദർശന ചെടിയുടെ മാസ്മരിക സൗന്ദര്യത്തിൽ നിന്ന് വിൽപ്പനയ്ക്ക് വെച്ച ചെടികളുടെയും ഫലവൃക്ഷങ്ങളുടെയും ലോകത്തേക്കാണ് നാം പിന്നീട് എത്തിച്ചേരുക. ചട്ടിയിൽ തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന മാവും പ്ലാവുമൊക്കെ അതിഗംഭീരമായ കാഴ്ചകളാണ്. മരത്തടികളിലും ശിഖരങ്ങളിലും അള്ളിപ്പിടിച്ചിരുന്ന് വളരുന്ന പരാത സസ്യങ്ങളാണ് ഓർക്കിഡുകൾ. എന്നാൽ ഇക്കാലത്ത് അലങ്കാര ചെടികളുടെ വിപണിയിൽ ഏറെ മൂല്യമുള്ള താരങ്ങളാണിവ. നിറങ്ങളിൽ ഏറ്റവും ഭംഗിയും ആകർഷണവുമുള്ള ഒരു നിറമാണ് ചുവപ്പ്. അത് പൂക്കളുടെ കാര്യത്തിൽ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല. പ്രകൃതിയിൽ സൗന്ദര്യമെന്ന വാക്ക് ഉടലെടുത്തത് പൂക്കളിൽ നിന്നാവണം. അലങ്കാര വിഭാഗത്തിൽപ്പെട്ട മുളകുകളും ഇവിടെ പ്രദർശനത്തിനുണ്ട്. സൗന്ദര്യ താരകങ്ങളായ ഒരിനം ഓർക്കിഡുകളാണിവ. ഓർക്കിഡുകളിൽ ഇത്രയധികം വെറൈറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എവിടെയാ വരുന്നത്? നമ്മള് കണ്ണൂർ തോട്ടടേന്ന് ഡ്രീം ഓർക്കിഡ്സ് നഴ്സറി. ഡ്രീം ഓർക്കിഡ്സ് അല്ലേ? ഓർക്കിഡിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് തോന്നുന്നുണ്ട് അല്ലേ? ഓർക്കിഡിന്റെ സ്പെഷ്യലിസ്റ്റ്. എന്തെല്ലാം വെറൈറ്റി എന്ന് പറയാൻ പറ്റുമോ? വെറൈറ്റി ഫെൻലോസിസ് ഉണ്ട്, ഡെൻഡ്രോബിയം ഉണ്ട്, കുറെ കളക്ഷൻ ഉണ്ട്, വാൻഡയുണ്ട്. ഇത് ഫെൻലോസിസ്. ഇതെല്ലാം വരുന്നത് ഫെൻലോസിസ് ആണ്. ഇത് മൊത്തം അല്ലേ? മൊത്തം ഫെൻലോസിസ്. ഇത് ഫെൻലോസിസ് ആണ്. ഇത് വെറൈറ്റി ഫെൻലോസിസ് ആണ്. ഇത് താഴെയുള്ളത് മിനിയേച്ചർ ഫെൻലോസിസ് ആണ്. ആൻഡ് ഇവിടെ ഫെൻലോസിന്റെ ഫുള്ള് സീഡ്ലിങ്സ് ഉണ്ട്. ഡെൻഡ്രോബിയം ഉണ്ട്. ഡെൻഡ്രോബിയം ഓർക്കിഡ്. ഇത് വാൻഡ. താഴെയുള്ളത് വാൻഡ ആണ്. ഇത് റിംഗോസ്റ്റസ് ആണ്. ഇല്ല, പൂക്കണം, പൂക്കും. ഒരുപാട് വെറൈറ്റി ഉണ്ട്. തോട്ടടയാണ് നിങ്ങളുടെ സ്ഥലം വരും അല്ലേ? തോട്ടട ടൗണിൽ തന്നെയാണോ? ടൗണിലല്ല, KVR. നല്ല ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ പിന്നെ എപ്പോഴെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തോട്ടട. എന്താ പേര് പറഞ്ഞതിൻ്റെ? ഡ്രീം ഓർക്കിഡ്സ് തോട്ടട. ഓക്കെ. സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ആർലം ഫാം, കരിമ്പം ഫാം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, അനേട്ട്, റെയ്ഡ്കോ എന്നിവയുടെ പവലിയനുകളും പുഷ്പോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 3-നാണ് പ്രദർശനം അവസാനിക്കുന്നത്.
സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. കുട്ടികളുടെ വിനോദത്തിനായി ഒരു അമ്യൂസ്മെന്റ് പാർക്കും ഫുഡ് കോർട്ടും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മണ്ണുകൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും പവലിയനുകളും ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. പുഷ്പപ്രേമികൾക്ക് ഈ പ്രദർശനം ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നഴ്സറി വരുന്നത് ആലക്കോട് വായാട്ടുപറമ്പിലാണ്. മാൽവിൻ നഴ്സറി ആണ് നഴ്സറിയുടെ പേര് വരുന്നത്. നമുക്ക് ഓൺലൈനിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഫ്ലവർ കാർട്ട് എന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കെയറിങ് വീഡിയോസ് എല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ കൊടുക്കുന്നുണ്ടല്ലേ? അപ്പം നമ്മുടെ ചെടി വരുന്നതെന്ന് പറഞ്ഞാൽ അടീനിയമാണ് മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. 10-30 വർഷമായിട്ട് അടീനിയത്തിൻ്റെ പ്ലാന്റാണ് നമ്മൾ മൊത്തം ചെയ്യുന്നത്. കുറേ വെറൈറ്റി ഉണ്ട് ഇത്. ഒരു 100-ൽ പരം വെറൈറ്റീസ് നമുക്കുണ്ട്. നമ്മൾ എപ്പോഴും അവൈലബിൾ ആകുന്നതനുസരിച്ച് പുതിയ വെറൈറ്റീസ് വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ മേടിക്കാം. 24 മണിക്കൂർ നമ്മുടെ നഴ്സറി ഓപ്പൺ ആണ്. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയാണ് നഴ്സറി. ഇപ്പോൾ വേണമെങ്കിലും വരുന്നവർക്ക് പ്ലാന്റ്സ് മേടിക്കാവുന്നതാണ്. ഓൺലൈൻ സൈറ്റിൻ്റെ ഫ്ലവർ കാർട്ട് എന്നാണ് സൈറ്റിൻ്റെ പേര്. ഫ്ലവർ കാർട്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ അടീനിയത്തെ സംബന്ധിച്ചുള്ള എല്ലാവിധ ഡൗട്ടുകളും ഫ്ലവർ കാർട്ട് എന്ന യൂട്യൂബ് ചാനലിലെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി തരുന്നതാണ്.